എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നേന്ത്രക്കായയും കൂർക്കയും കൂടെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അവിയലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകാത്ത നേന്ത്രക്കായ നോക്കി വേണം ഇതെടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ദാ ഇത് രണ്ടും തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അവിയലിനൊക്കെ അരിയുന്നത് കുറച്ച് നീളത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു നേന്ത്രക്കായ എടുത്ത് 4ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. പിന്നീട് വളരെ കനം കുറച്ച് നമുക്ക് അവിയലിന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ 4ആയിട്ട് മുറിച്ചതിന് ശേഷം ഓരോ കഷ്ണങ്ങളും എടുത്ത് കനം കുറച്ച് ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ എടുത്ത് വെച്ചിരുന്ന നേന്ത്രക്കായ എല്ലാം മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതിനെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന കൂർക്കയും ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അതും കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കൂർക്കയും ഒന്ന് അരിഞ്ഞെടുക്കാം. കൂർക്കയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ തോല് കളയുന്നതിന് മുന്നേ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് ഇളകി കിട്ടും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന കൂർക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 തവണ ഇനി ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ എല്ലാം ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നാടൻ രീതിയിലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ പൊടി ചേർത്ത് കൊടുത്തത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഇത് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി കഷ്ണങ്ങളും അരപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് 2 മിനിറ്റോളം അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം. മൂടി വെച്ചതിന് ശേഷം ഇതേപോലെ തുറന്ന് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അവിയൽ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും ലൂസായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് അവിയൽ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നേന്ത്രക്കായും കൂർക്കയും കൊണ്ട് ഈ ഒരു അവിയൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നേന്ത്രക്കായ ആയതുകൊണ്ട് തന്നെ അവിയൽ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സമയത്ത് ഇറക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഇറക്കി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവിയൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചക്കക്കുരുവും പുളിച്ചിക്കയും ഉണക്കമീനിട്ടൊരു അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരുവും പുളിഞ്ചിക്കയും 2 ഉണക്കമീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചക്കക്കുരുവും പുളിഞ്ചിക്കയൊക്കെ നമ്മൾ തോരൻ വയ്ക്കുന്ന ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുക്കാം.
പിന്നീട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ ചക്കക്കുരുവിന് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു നന്നായി വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉൾവശം നല്ല തിക്കായിട്ടുള്ള ചക്കക്കുരു ആയിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ സൈസ് ചക്കക്കുരു വെച്ചതുപോലെ തോരൻ വെക്കുമ്പോൾ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞതാണ് ഇത്. ഇനി ചെറുതായിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമീൻ എടുക്കുമ്പോൾ ഉണക്ക മത്തിയാണ് ഏറ്റവും നല്ലത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുകൾ വശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പുളിഞ്ചിക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറി അരപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പുളിഞ്ചിക്കയും ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പുളിഞ്ചിക്കയുടെ പുളിയൊക്കെ ഈ ചക്കക്കുരുവിലേക്ക് പിടിച്ച് നല്ലൊരു സ്വാദായിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു അവിയലുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അടുത്തത് പാവയ്ക്കയും ചക്കക്കുരുവും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള തീയലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ചക്കക്കുരുവും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്ക് പുരട്ടാനൊക്കെ അരിയുന്ന ആ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കറി വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും ചക്കക്കുരുവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ആവി വന്നൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ല കളർ കിട്ടുന്നത്. ഇനി ആ തേങ്ങ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കാം. കറിക്ക് അത്യാവശ്യം കുറച്ച് പുളി വേണം, എന്നാലേ പാവയ്ക്കയുടെ കയ്പ്പ് അറിയാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേഗമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് കഷ്ണത്തിലേക്ക് നന്നായിട്ട് പുളി പിടിക്കുകയും ചെയ്യും. അപ്പം കയ്പ്പ് അറിയുകയില്ല. പുളി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇതാ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് 2 മിനിറ്റോളം ഇട്ടേക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടും കയ്പില്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ ഇത് വേവിച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പം ചക്കയുടെ പുറത്തേക്ക് കറി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.